മലപ്പുറത്ത് പെരുവള്ളൂരിൽ തെരുവുനായുടെ കടിയേറ്റ പേവിഷബാധയുണ്ടായ കുട്ടി മരിച്ചുവെന്ന ഏറ്റവും സങ്കടം നിറഞ്ഞ വാർത്ത. പെരുവള്ളൂർ സ്വദേശി ഫാരിസിന്റെ മകൾ സിയയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം സംഭവിച്ചത്. സ്വാലിഹ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം. സ്വാലി, ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നത് ഏറ്റവും സങ്കടം നിറഞ്ഞ വാർത്തയാണ്. പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരണപ്പെട്ടു എന്ന വാർത്ത. സ്വാലി, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? മറ്റു കാര്യങ്ങൾ ഇനി എങ്ങനെയാണ്? മനു, ഇന്നലെ രാത്രി 1:45 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുഞ്ഞ് മരിച്ചത്. ഇന്ന് പുലർച്ചയോടെ കാക്കത്തടത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 8 മണിയോടെ സംസ്കാരം പൂർത്തിയാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ മകളാണ്. 5.5 വയസ്സാണ് പ്രായം. മാർച്ച് 29 തെരുവ് നായ ആക്രമിച്ചിരുന്നത്. 7 പേരെ ആ ദിവസം തന്നെ ഒരു നായ 7 പേരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. മിഠായി വാങ്ങാനായി തൊട്ടടുത്ത കടയിലേക്ക് പോകുമ്പോഴാണ് 5.5 വയസ്സുകാരിയായ സിയക്ക് കടിയേൽക്കുന്നത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും പ്രതിരോധ വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ഈ 5.5 വയസ്സുകാരിക്ക് ഗുരുതരമായി കടിയേറ്റിരുന്നു. തലയ്ക്കാണ് പ്രധാനമായി കടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് ബാധിച്ചതിനാൽ പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഈ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം അസുഖം ഭേദമാവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതും അസുഖം വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പനിയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പെട്ടെന്ന് നില വഷളായി. ഇന്നലെ മുതൽ വളരെ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യമായിരുന്നു. രാത്രിയാണ് മരണം സംഭവിക്കുന്നത്. മനു, ഈ രീതിയിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക പരിശോധനയോ മറ്റോ ആ വിഷയത്തിലുണ്ടോ സ്വാലി? ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാർത്തകളും മറ്റും വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും ആരോഗ്യ വകുപ്പ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം ഇത് തലച്ചോറിലേക്ക് ബാധിച്ചതാണ്, വൈറസ് ബാധ ഉണ്ടായതാണ്. ഈ വാക്സിൻ എടുത്തിട്ടും കുഞ്ഞ് മരിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇത്തരത്തിൽ രോഗബാധ വളരെ വേഗത്തിൽ തലച്ചോറിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാക്സിൻ നൽകിയിട്ട് കാര്യമൊന്നുമില്ല. അത് ഫലപ്രദമായിരിക്കണമെന്നില്ല. അതേസമയം കാലിലും മറ്റു ശരീരഭാഗങ്ങളിലുമൊക്കെ കടിയേറ്റവരുടെ രോഗം ഭേദമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഇതിൽ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരണം ഉണ്ടാവുക. മനു, ശരി. സ്വാലിഹാണ് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. ഏറ്റവും സങ്കടം നിറഞ്ഞ വാർത്തയാണ് ഇവിടെ